പ്രിയ സ്നേഹിതരെ, ശിക്ഷാ നിയമങ്ങൾ എടുത്തു കളഞ്ഞാൽ അല്ലെങ്കിൽ നിയമലംഘനത്തിന് ശിക്ഷകളില്ല എന്ന് പ്രഖ്യാപിച്ചാൽ തെറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും കുറ്റകൃത്യം ചെയ്യാനുള്ള വാസന അനുദിനം കൂടിക്കൂടി വരുന്നതായും കാണാൻ കഴിയും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എനിക്ക് കുറ്റം ചെയ്യാനുള്ള താല്പര്യവും ആ ഒരു പ്രവണതയും ഉണ്ടെങ്കിൽ ഞാൻ പല തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യും. ഒരു പക്ഷേ എനിക്ക് അവസരം ലഭിക്കുന്നത് അനുസരിച്ചാണ് ഞാൻ കുറ്റങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഞാൻ ഒരു പോലീസുകാരൻ്റെ മേൽനോട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ തെറ്റുകൾ ചെയ്യാതെ ഇരിക്കും. എന്നാൽ ഞാൻ എൻ്റെ മുറിക്കകത്ത്, എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ, ഞാൻ TV-യുടെ മുൻപിൽ ഇരിക്കുമ്പോൾ മറ്റാരും എന്നെ വീക്ഷിക്കുന്നില്ല എങ്കിൽ ഞാൻ പല തെറ്റുകൾ ചെയ്യാൻ ഒരുമ്പെടും. ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഇങ്ങനെയുള്ള കുറ്റവാസനകൾ, തെറ്റ് ചെയ്യാനുള്ള താല്പര്യങ്ങൾ കൂടി വരുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? കുഞ്ഞുങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കുവാൻ, മറ്റാരുടെയും ശ്രദ്ധയില്ലാതെ, നോട്ടമില്ലാതെ ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ആരെങ്കിലും ഒരു മേൽനോട്ടമുള്ളത് നല്ലതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ തെറ്റ് ചെയ്യുവാൻ ഞാൻ ധൈര്യപ്പെടത്തില്ല. കാരണം എന്താ? എൻ്റെ മേലൊരു മേൽനോട്ടമുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നാം ഒരു കളിക്കളത്തിൽ നിൽക്കുമ്പോൾ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് എങ്കിൽ കള്ളത്തരം കാണിക്കാൻ അത്ര ധൈര്യം കാണിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ പിന്നീടായാലും കണ്ടാൽ എനിക്ക് ആ കുറ്റങ്ങളുടെ മേൽ ശിക്ഷ ഉണ്ടാകും എന്ന ബോധ്യമുള്ളത് കൊണ്ട് തെറ്റ് ചെയ്യാതെ ഇരിക്കും. ഇനി പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷാ മുറിയിൽ കുഞ്ഞുങ്ങളിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ അവിടെ ഒരു അധ്യാപകൻ ഇല്ല, മേൽനോട്ടം വഹിക്കുന്ന അധ്യാപകൻ ഇല്ല എങ്കിൽ പല കുഞ്ഞുങ്ങളും തെറ്റായ രീതിയിൽ പരീക്ഷ എഴുതുവാൻ, കോപ്പി അടിക്കുവാനൊക്കെ ഇടയാകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഏത് രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നു, എൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളൊക്കെ ഏത് തരത്തിലേക്ക്, ഏത് ദിശയിലേക്ക്, നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ, നല്ലത് ചെയ്യാനാണോ തീയത് ചെയ്യാനാണോ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യം ചെയ്യാനാണോ, മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ കാര്യം ചെയ്യാനാണോ എൻ്റെ തീരുമാനം? എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വേദപുസ്തകത്തിൽ ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഒരു തോട്ടത്തിലാക്കി. അവിടെ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം മനുഷ്യർക്ക് തിന്നാം എന്ന് ദൈവം മനുഷ്യരോട് പറഞ്ഞു. എന്നാൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ ചിലർ പറയും, അങ്ങനെ ആ മരം ഇല്ലായിരുന്നുവെങ്കിൽ, ആ ഫലം ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പോൾ ദൈവം മനഃപൂർവ്വമല്ലേ അവിടെ ഒരു മരം വെച്ചത് എന്ന് ചോദിച്ചേക്കാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ദൈവം മനഃപൂർവ്വമായി നമുക്ക് ഒരു സ്വാതന്ത്ര്യം തന്നു എന്നുള്ളത് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ദൈവം തൻ്റെ പ്ലാനിലും പദ്ധതിയിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നാം എങ്ങനെയൊക്കെയാണ് നമ്മെ സൃഷ്ടിച്ചത്, മാനുഫാക്ചർ ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് ദൈവത്തിനറിയാം. ഈ മാനുഫാക്ചർ ചെയ്ത മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതും ദൈവത്തിനറിയാം. അപ്പോൾ ദൈവം സ്വാതന്ത്ര്യം തന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യരുത്, അല്ലെ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്ന കാര്യം ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമാണ് നമുക്ക് ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും സ്വാതന്ത്ര്യം ദൈവം തന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വൃക്ഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ദൈവം അവിടെ സ്ഥാപിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തെ കുറ്റം പറയുന്നതിനേക്കാൾ ഉപരി നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് അനുസരിച്ച് നാം നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് അഭികാമ്യമായ കാര്യം. അപ്പോൾ ദൈവം എന്തുകൊണ്ട് അവിടെ ഒരു വൃക്ഷം നട്ടു, എന്തുകൊണ്ട് ഒരു വൃക്ഷം കൊണ്ടുവച്ചിട്ട് അതിലുള്ള ഫലം തിന്നരുത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ദൈവത്തെ അനുസരിക്കാനുള്ളൊരു മനസ്സാണ് നമുക്ക് ആവശ്യം. നിയമമുണ്ടെങ്കിൽ ആ നിയമത്തെ അനുസരിക്കാനുള്ളൊരു മനസ്സ് ആണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞുവെങ്കിലും മനുഷ്യർ അത് ക്രമേണ അത് തിന്നാനിടയായി. അത് കാരണം ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു.
അതിനാൽ ഈ അനുസരണക്കേടിനെ വേദപുസ്തകത്തിൽ പറയുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുന്നതിനെയും അനുസരിക്കാതിരിക്കുന്നതിനെയും വേദപുസ്തകത്തിൽ പറയുന്ന ഒരു വാക്കാണ് പാപം എന്നത്. അപ്പോൾ പാപം എന്നത് എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തെ അവിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കാതിരിക്കുക, നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് പാലിക്കാതിരിക്കുക എന്നതിനെയൊക്കെയും പാപം എന്ന വാക്കുകൊണ്ട് വേദപുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും വാക്യങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. ഏത് അനീതിയും പാപമാണ്, ഏത് അധർമ്മവും പാപമാണ്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും നന്മ ചെയ്യാതിരിക്കുന്നത് പാപമാണ് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ, പാപങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ സഹായം ചോദിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.